ഗ്രൂപ്പ് എഫിലും വമ്പൻ പോരാട്ടങ്ങളായിരുന്നു. ടുണീഷ്യയെ 3-1 തോൽപ്പിച്ചാണ് ഗ്രൂപ്പ് ചാമ്പ്യന്മാരായിട്ടാണ് ഓറഞ്ച് പട റൗണ്ട് ഓഫ് 32ലേക്ക് മുന്നേറുന്നത്. ജപ്പാൻ സ്വീഡൻ പോരാട്ടം അതായിരുന്നു ഈ മത്സരത്തിലെ ഒരു നോക്കൌട്ട് പോരാട്ടം എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാവുന്ന, അല്ലെങ്കിൽ ആ തരത്തിലൊരു പോരാട്ടമായിട്ടാണ് ജപ്പാൻ സ്വീഡൻ മത്സരത്തെ കണ്ടിരുന്നത്. പക്ഷേ രണ്ടുപേരും പോരടിച്ച് 1-1 സമനിലയിലായി. ആ സമനില കൊണ്ട് തന്നെ രണ്ടുപേരും അടുത്ത റൗണ്ടിലേക്ക് മുന്നേറുന്ന കാഴ്ചയുമാണ് നമ്മൾ അവിടെ കണ്ടത്. തീർച്ചയായും അനിൽ, നെതർലാൻഡ് ടുണീഷ്യ മത്സരം നമുക്കറിയാം, കണക്കിൽ രണ്ട് ടീമുകളും തമ്മിലുള്ള അന്തരം വളരെ വലുതാണ്. അത് ആ മത്സരത്തിൻ്റെ തുടക്കം മുതൽ തന്നെ പ്രകടമായിരുന്നു. ടുണീഷ്യയെ കാര്യമായ മുന്നേറ്റങ്ങൾ നടത്താനോ അല്ലെങ്കിൽ കാര്യമായ മുന്നേറ്റങ്ങൾ നടത്താനോ മറ്റോ നെതർലാൻഡ്സ് അവസരങ്ങൾ നൽകിയിരുന്നില്ല. നിരന്തരമായ ആക്രമണങ്ങൾ ടുണീഷ്യയുടെ പോസ്റ്റിലേക്ക് നിരന്തരം നടത്തുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഫലമായി ആദ്യം ഒരു ഓൺ ഗോളാണ് ആ മത്സരത്തിൽ പിറക്കുന്നത്. അങ്ങനെ ഓറഞ്ച് പട ലീഡ് എടുക്കുന്നു. പിന്നീട് 2 ഗോളുകൾ കൂടി നേടി ആ ലീഡ് ഉയർത്തുന്നു. ഇതിനിടയിൽ ഒപ്പത്തിനൊപ്പം എത്താനുള്ള ഒരു ശ്രമം ടുണീഷ്യ നടത്തിയെങ്കിലും അന്തിമ ഫലം വരുമ്പോൾ 3-1 വിജയത്തിലൂടെ ഓറഞ്ച് പട അടുത്ത റൗണ്ടിലേക്ക് യോഗ്യത നേടുകയാണ്. ആ ഗ്രൂപ്പ് എഫിൽ നിന്ന് ചാമ്പ്യന്മാരായാണ് നെതർലാൻഡ്സിൻ്റെ മുന്നേറ്റം. മറ്റൊന്ന് ജപ്പാന്റെ മത്സരമായിരുന്നു. ജപ്പാന്റെ മത്സരം ഇന്നൊരു ഡു ഓർ ഡൈ മാച്ചായിരുന്നു. ജപ്പാൻ ഇന്ന് സ്വീഡനായിരുന്നു എതിരാളികൾ. ആ മത്സരവും വാശിയേറിയതായിരുന്നു. ഇരു ടീമുകൾക്കും വിജയം അനിവാര്യമാണ്. അതായത് ഗ്രൂപ്പ് എഫിൽ നെതർലാൻഡ് ഒന്നാമതെത്തുകയാണെങ്കിൽ 2ാം സ്ഥാനത്ത് ആര് എന്നുള്ള ഒരു ചോദ്യം ഉണ്ടായിരുന്നു. അതിലേക്കുള്ള ഒരു മത്സരം കൂടിയായിരുന്നു അത്. എന്തായാലും സ്വീഡനും ജപ്പാനും തമ്മിൽ ഇരു ടീമുകളും ഓരോ ഗോളുകൾ വീതം നേടി ആ മത്സരം സമനിലയിലെത്തുന്നു. അങ്ങനെ ജപ്പാൻ ആ ഗ്രൂപ്പിൽ നിന്ന് 2ാം സ്ഥാനക്കാരായി റൗണ്ട് 32ലേക്ക് മുന്നേറുന്നു. സ്വീഡൻ നിലവിൽ 3ാം സ്ഥാനക്കാരായ ആ ഗ്രൂപ്പിലുണ്ട്. അസർബിൻ അസീസ് ആണ് വേൾഡ് കപ്പ് ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. എന്തായാലും ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.